ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സൺഡേ വെച്ച നെയ്ച്ചോറിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ആ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് ഇതാണ്: ബീൻസും ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ പീസും ഒരു പകുതി ക്യാരറ്റും. അതിനുള്ള റൈസുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും എടുത്തേക്കുന്നത്. എന്നിട്ട് ആ പാൻ തന്നെ വെച്ച് അതിലേക്ക് നമ്മൾ സൺറിച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് പറഞ്ഞില്ലേ, ഒരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും പേസ്റ്റായിട്ട് ഇരിക്കണ്ടായില്ല. പിന്നെ അത് ചതച്ചൊന്നും എടുത്തില്ലായിരുന്നു. വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അത് എരിവ് ആവശ്യത്തിന് നോക്കിയിട്ട്, കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഞാൻ അധികം ഇട്ടിട്ടില്ല കേട്ടോ, ഇവിടെ അധികം എരിവ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്ത് കുഴയണ്ട, കുറച്ച് വെന്താൽ മതി. അപ്പോൾ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് ചിക്കി കൊടുക്കാം. അത് വേവണ വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തോട്ടേ ഇരിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സോസാണ്. ടൊമാറ്റോ സോസും സോയാ സോസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇതിലേക്ക് മിക്സ് ചെയ്യാം. സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് ഒരുപാടായി പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും. പിന്നെ ടൊമാറ്റോ സോസ് പുളി അത്രയും വേണമെന്നുള്ളത് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇവിടെ ഇവർക്ക് പുളി അത്യാവശ്യം ഈ സോസിൻ്റെ പുളിപ്പ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി 2 ബദാം കൊണ്ടുവന്നാണ് കേട്ടോ. രാവിലെ വെള്ളത്തിലിട്ട് വെച്ചേക്കും രാത്രി, എന്നിട്ട് രാവിലെ ബദാം കഴിക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കും തരും 2 എനിക്ക് ബദാം വെള്ളത്തിലിടാതെ കഴിക്കണതാണ് ഇഷ്ടം. എന്നാലും സ്നേഹത്തോടു കൂടി തരുമ്പോൾ ഞാനതങ്ങ് കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ അതേ റൈസ് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇത്തിരി കട്ട പോലെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതേ റൈസ് നന്നായിട്ട് ചൂടായി, കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാവണ വരെയും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മനാണ് കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസ് കൊടുത്തയക്കുന്നത്. ബാക്കി 2 പേരും ചോറ് കൊണ്ടുപോയിക്കോളും. അമ്മനാണ് ചോറ് കഴിക്കാൻ ഇത്തിരി മടിയുള്ള ആൾ. അമ്മന് ഫുഡ് കൊണ്ടുപോകൽ കുറവാണ്. പിന്നെ ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾ ഫുഡ് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ പറയും ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ എക്സ്ക്യൂസസ് ഉണ്ടാകും എപ്പോഴും. അപ്പോൾ അതേ ഫ്രൈഡ് റൈസിന് ഞാൻ കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ കറിയൊന്നും വേണ്ട. നമ്മൾ സോസൊക്കെ ഒഴിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ പുളിപ്പും പെപ്പറിൻ്റെ എരിവൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ മുട്ട കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്